അച്ഛനമ്മയായിട്ടൊക്കെ ഒരു കണക്ഷൻ ഉണ്ടോ? അതായത് ഭയങ്കര അടുപ്പമുണ്ടോ? മിസ് ചെയ്യാറുണ്ടോ? വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു 2 മണിക്കൂറൊക്കെ അടിപൊളിയായിരിക്കും, പിന്നെ അടി ഉണ്ടാവും. വീട്ടിൽ അടി ഉണ്ടാവാറുണ്ടോ? അനിയനൊക്കെ ആയിട്ട് റിമോട്ടിനൊക്കെ പണ്ട് അടി ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴും ഉണ്ടോ? നിനക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ കുട്ടി? ഇല്ല. ഞാൻ ചോദിക്കുന്നേ, നമ്മളെപ്പോഴും അമ്മയെക്കുറിച്ച് പറയാറുണ്ട് ഇല്ലേ? അമ്മ എന്ന് എപ്പോഴും പറയാറുണ്ട്. പല സ്ഥലത്തും ഞാൻ തന്നെ പോയിട്ട് അമ്മയെക്കുറിച്ച് പറയാറുണ്ട്. അമ്മ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അമ്മ കരയുന്നത് കണ്ടിട്ടുണ്ടോ? അമ്മ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. അച്ഛൻ ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അച്ഛൻ കരയുന്നത് കണ്ടിട്ടുണ്ടോ? പൊതുവെ കണ്ടിട്ടുണ്ടാവില്ല. അച്ഛൻ ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടുണ്ടാവും, ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ ഉരുകുന്നത് കണ്ടിട്ടുണ്ടോ? അതൊന്ന് കാണണം. നമ്മുടെ അച്ഛനൊക്കെ, നമ്മളെ അപ്പച്ചൻ, അച്ഛൻ, ഉപ്പ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന അദ്ദേഹം ഇങ്ങനെ ഉരുകുന്ന ചില സമയങ്ങളുണ്ട്. എപ്പോഴും ആയിരിക്കില്ല, ചില സമയങ്ങളുണ്ട് ഉരുകുന്ന മനുഷ്യനാണ്. അത് കാണണമെങ്കിൽ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ട് അച്ഛൻ കാണാതെ അച്ഛനൊന്ന് നോക്കി നിന്നാൽ മതി. അയാളിങ്ങനെ ഉരുകുന്നത് കാണാം. അത് ചൂടുകൊണ്ട് ഉരുകുന്നത് മാത്രമല്ല, ഒരു ബിസിനസ്സുകാരന് ഉരുകും. മാസാവസാനം ആകുമ്പോൾ ലാഭവും നോക്കിയിട്ട് ശമ്പളം കൊടുക്കണമൊക്കെ ആലോചിച്ചിട്ട് പൈസ നോക്കിയിട്ട് അയാൾ ഉരുകുന്നത് കാണാം. ഒരു സെയിൽസ്മാനാണ് അച്ഛനെങ്കിൽ HR-ൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ മുതലാളിയുടെ മുമ്പിൽ നിന്ന് ഉരുകുന്നത് കാണാം. ഒരു പോലീസുകാരനാണെങ്കിൽ അധികാരിയുടെ മുമ്പിൽ ഉരുകുന്നത് കാണാം. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് അച്ഛനെങ്കിലേ അയാൾ വെയിലത്തും ഉരുകുന്നത് കാണാം. നിങ്ങൾ 12 മണി ഉച്ചയ്ക്ക് ഒന്ന് അയാളെ പോയി കണ്ടു നോക്കി, അകലേന്ന് നോക്കണം. ആ ഓട്ടോറിക്ഷയുടെ ഉള്ളിലിരുന്നിട്ട് ആ മനുഷ്യങ്ങനെ ഉരുകുന്നത് കാണാം. ശരിക്കും ഉരുകുന്ന ഒരച്ഛൻ. പക്ഷെ ഒരച്ഛനും ഇത് പറയാറില്ല. പെയിൻറ് പണിക്കാരും ഇനി കുക്ക് അയാൾ ആ ചൂടിലല്ലേ. കഴിഞ്ഞ ദിവസം ഇവിടെ ഹലുവ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ഞാൻ ആ തറവാട് ബിരിയാണിയുടെ അടുത്ത് കണ്ടു നോക്കിയോ, ഒരാളിങ്ങനെ നിന്ന് ഹലുവ, ആൾ ശരിക്കും ചൂടിലുരുക. ചൂടിൽ മാത്രമല്ല, മനസ്സുരുകുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. കുറഞ്ഞ ജോലികളിലൊക്കെ ഈ ടെൻഷൻ ഇല്ലാത്തുള്ളൂ. ബാക്കി ബഹുഭൂരിപക്ഷവും നമ്മുടെ അച്ഛനൊക്കെ ഉരുകാണ് അല്ലേ? അച്ഛനറിയാതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, കണ്ടു നോക്കിയേ, അയാൾ ഉരുകുന്നത് കാണാം. നമുക്കും കൂടി വേണ്ടിയിട്ടാട്ടോ ഇപ്പോൾ ഉരുകുന്നത്, ശരിയല്ലേ? ഞാനിതൊക്കെ പറയണ്ടേ? അമ്മയെക്കുറിച്ച് എത്രയോ പറഞ്ഞു എന്നൊരു, അച്ഛനെ കുറിച്ച് കുറച്ചേ പറയാറുള്ളൂ. നമ്മളങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരാട്ടോ. അച്ഛൻ ഇനി നിങ്ങൾ വീട്ടിലുള്ളപ്പോഴേ അച്ഛൻ തിരിച്ചു വരുമ്പോൾ ആ ഉരുകൽ നമുക്കൊന്ന് തണുപ്പിക്കണം. അച്ഛൻ തിരിച്ചു വരുമ്പോഴേ വീട്ടിലേക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഇത് സംഭവിക്കണം. വീട് മൊത്തം നിശ്ചലമാവണം, TV ഓഫ് ആവണം, മൊബൈല് സ്ക്രീൻ ഓഫ് ചെയ്ത് വെക്കണം, പഠിക്കുന്നതും പൂട്ടി വെക്കണം. എന്നിട്ട് അദ്ദേഹത്തെ സ്വീകരിക്കണം. നമ്മുടെ വീട്ടിലെ രാജാവാണ് അമ്മ. എന്താ അച്ഛനെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണം? എവിടെ എത്തി? ഓരോ അച്ഛനും തിരിച്ചു വരുമ്പോൾ വീടിൻ്റെ മുമ്പിൽ ഒരു തണൽ വരുന്നുണ്ടെന്ന് തോന്നൂലേ? ആ ഒരു ധൈര്യമാണ്. ചില വല്യച്ഛനെ കുറിച്ച് പറയാറില്ലേ, വലിയ ഗ്രാൻഡ് പാരൻസ്, ആൾക്ക് വയ്യ, പക്ഷെ വീടിൻ്റെ മുമ്പിൽ ആളിങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സുരക്ഷിതത്വ ബോധമുണ്ട്. അങ്ങനെ നമ്മളെയൊക്കെ അച്ഛനെ ഉരുകുന്നതെന്ന് ആലോചിച്ച് നോക്കി. ആൾ തിരിച്ചു വരുമ്പോഴേ ഒന്ന് തണുപ്പിക്കുക, ഒന്ന് വർത്താനം പറയുക, കണ്ണിലൊക്കെ നോക്കുക, തലയിലൊക്കെ ഇങ്ങനെ. എത്ര പ്രായത്തിലും നിൻ്റെ അച്ഛൻ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. എൻ്റെ മോനെന്ന് പറഞ്ഞാൽ അങ്ങനെ വിട്ടുപോയ ഒരു മോനല്ലല്ലോ അച്ഛന്. നമ്മളിപ്പോഴും ആളെ സംബന്ധിച്ചൊരു കുഞ്ഞാണ്. നമുക്കെന്തോ അടുക്കാൻ പറ്റാത്തവരുണ്ട് കുറേ, പ്രത്യേകിച്ച് ബോയ്സ് അച്ഛൻ്റെ അടുത്ത്. ചിലർ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അച്ഛനെ തണുപ്പിക്കണം, പോയിട്ട് അച്ഛനെങ്ങനെ ഉഴുകി കഥ പറയും, കഥ കേൾക്കൂ, വർത്താനം പറയും. നിങ്ങൾ കുറച്ച് നേരം ആ മുഖത്ത് നോക്കിയിട്ട് കണ്ണിൽ നോക്കിയിട്ട് സംസാരിക്കുക അച്ഛൻ്റെ. പലപ്പോഴും 1, 2, 3, 4 എങ്ങനെ ഉണ്ടായിരുന്നു? അസുഖമായിരുന്നു. അങ്ങനെ ശരി, എക്സാമിന് ചില കുട്ടികൾ കാശ് ചോദിക്കാൻ വേണ്ടി മാത്രം അച്ഛനോട് വർത്താനം പറയും. തെറ്റൊന്നായിട്ടൊന്നുമില്ല. അച്ഛനൊരു ദിവസം കണക്കൂട്ടി നോക്കുമ്പോൾ എൻ്റെ മോൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുള്ളത് 90% അവന് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അയാളെ ട്രേഡായിട്ടല്ലല്ലോ കാണുന്നത്. ഒരു പയ്യൻ പറഞ്ഞാൽ എൻ്റെ അച്ഛനെ കണ്ടായിരിക്കും ATM മെഷീൻ്റെ ഓർമ്മയെ വരും, കുത്തുക, കാശിടുക. പൈസയ്ക്കും അല്ലാതെ ഒന്നിനല്ല, ഉപാധികളില്ലാതെ ആ മനുഷ്യനൊന്ന് കേൾക്കും, അമ്മയെ കേൾക്കുന്നത് പോലെ തന്നെ. ഗൾഫിലെ ചില മനുഷ്യന്മാരെങ്ങനെ ഉരുകിയിട്ട് അവര് സ്വയം ഉരുകിത്തീരുക, പക്ഷെ അവരുടെ കുടുംബം വിജയിക്കുന്നുണ്ടാവും. അച്ഛൻ ഉരുകുന്നതെന്നേ ചില മക്കൾ കാണൂല. സ്വയം തോറ്റിട്ട് മറ്റുള്ളവരെ വിജയിക്കുക, കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. നമുക്ക് കൊടുക്കാൻ പറ്റുക. കൊടുക്കേണ്ടത് സന്തോഷമാണെങ്കിൽ സന്തോഷം കൊടുക്കണം, അല്ലേ?
ചില മനുഷ്യന്മാരുണ്ട്, എല്ലാവർക്കും വിജയിച്ചുകൊണ്ട് തന്നെ വിജയിക്കണം എന്ന് പറ്റില്ല. സ്വയം തോറ്റിട്ട് മറ്റുള്ളവരെ വിജയിപ്പിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. അത് മനസ്സിലാക്കണേ ഗൾഫിലേക്ക് പോയാൽ മതി. ഗൾഫിലെ ചില മനുഷ്യന്മാരിങ്ങനെ ഉരുകിയിട്ട് അവര് സ്വയം ഉരുകി തീരുക, പക്ഷെ അവരുടെ കുടുംബം വിജയിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ചില മനുഷ്യന്മാരുണ്ട്. ഞാൻ ഓട്ട മത്സരത്തിൽ കണ്ടു. 28 കിലോമീറ്റർ ഓട്ട മത്സരം. ലാസ്റ്റ് ഒരു 100 മീറ്ററിന്റെ ഇപ്പുറത്ത് ഈ ഫസ്റ്റ് ആയ ആള് 100 മീറ്ററിന് ഇപ്പുറത്ത് കുഴഞ്ഞിട്ട് അയാൾക്ക് ഇനി പോവാൻ പറ്റാണ്ട് നിൽക്കുക. അങ്ങനെ ഇയാളിങ്ങനെ നിൽക്കുക. ഇയാളെ ആളുകൾ ഇങ്ങനെ പുഷ് നോക്കണ്ട്. 100 മീറ്റർ കൂടി അയാൾ ഓടി ഫ്രണ്ടിലെത്തി. അയാളെ സെക്കൻഡ് ആയിട്ടുള്ള ആള് കുറെ ബാക്കിലാണ്. 100 മീറ്റർ കൂടി ഉള്ളൂ 28 കിലോമീറ്ററും ഈ മാരത്തോൺ ഓട്ടത്തിന്റെ അവസാനം. ഇയാളെ നാടെ എത്തിയാൽ മതി, പക്ഷെ അയാൾക്ക് പറ്റുന്നില്ല. അവിടെ കുഴഞ്ഞിങ്ങനെ നിൽക്കാണ്ടിട്ട് ഇങ്ങനെ ഓഡിയൻസിന്റെ ഇടയിലേക്ക് കയറി പിടിച്ച് നിൽക്കാൻ അയാളിങ്ങനെ കുഴയുന്നു. ഇങ്ങനെ ആയി ഒരു വീഡിയോ ഉള്ളത്. അപ്പൊ ആ രണ്ടാമത് വന്ന ആളുണ്ടല്ലോ, അയാൾ കുറെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. രണ്ടാമത് വന്ന ആളിങ്ങനെ ഇയാളെ പാസ് ചെയ്ത് പോയിട്ട് അയാൾക്ക് മനസ്സിലായി ഇയാൾ കുഴഞ്ഞു നിൽക്കുകയാണ്. ഇയാൾ തിരിച്ചു വന്നിട്ടേ അയാളെയും കൂടി എടുത്തിട്ട് ഒരുമിച്ച് പോയിട്ട് ആ ലൈനിലെത്തിയപ്പോൾ ഇയാളെ പുഷ് ചെയ്തിട്ട് അയാളെ ഫസ്റ്റ് ആക്കി. സ്വയം തോറ്റിട്ട് മറ്റുള്ളവരെ വിജയിക്കുക. ആ മത്സരത്തിന്റെ കഥ എന്തെന്നറിയോ? ആ വിജയിച്ച ആളെ ഇപ്പൊ ആർക്കും ഓർമ്മയില്ല. പക്ഷെ ആ രണ്ടാമതായ മനുഷ്യന് അയാളിപ്പോ വർഷങ്ങളോളം അയാളുടെ കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അയാൾ തോറ്റോ? ഇല്ല. അയാൾ അവിടെ മാത്രമേ രണ്ടാമതായുള്ളൂ, പക്ഷെ ജീവിതത്തിൽ വിജയിച്ചു പോയി. ഒന്നാമതായാളെ നമ്മളീ ഇരിക്കുന്ന പലരും അങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മൾ സ്വയം നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മുറിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടാവും. ചില കുടുംബങ്ങളൊക്കെ ഒന്ന് രക്ഷപ്പെടുത്താനായിട്ട് ഞാനും മക്കളോടൊക്കെ പറയാറുണ്ട്, ചോദിക്കാറുണ്ട്. എൻ്റെ ഏറ്റവും വൈറലായ ഒരു വീഡിയോ അതായിരുന്നു. അച്ഛൻ ഉരുകുന്നത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു വീഡിയോ. എൻ്റെ പ്രൊഫൈലിൽ നിന്ന് മാത്രം 1 കോടി പേര് അത് കണ്ടു അല്ലേ? അച്ഛൻ ഉരുകുന്നതെന്നേ ചില മക്കൾ കാണൂല. എന്നെ എത്ര പേര് പുറത്തുനിന്ന് വെച്ച് കണ്ടിട്ട് ഓടി വന്ന് കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് ഉമ്മ എന്ന് പറയും. വലിയ മനുഷ്യന്മാര്, പുരുഷന്മാര്. എന്തൊരു ബഹുമാനമാണ് ആ മനുഷ്യന്മാരുടെ. മലയാളികളുടെ ഒരു ഇഷ്ടം കിട്ടുക എന്ന് പറഞ്ഞാലേ എളുപ്പമല്ല. ഒരു മലയാളി അല്ലെങ്കിൽ ഒരു പുരുഷൻ നമ്മൾ പുറത്ത് വെച്ച് കാണുമ്പോൾ ഓടി വന്നിട്ട് കെട്ടി പിടിച്ചിട്ട് സാറേ ഉമ്മ, ഒരു പരിചയമില്ല കേട്ടോ, എൻ്റെ വീഡിയോ കണ്ട പരിചയം മാത്രമേ ഉള്ളൂ. ഉമ്മ. ഞാൻ എന്ത് പറ്റി? ഒരു ഓട്ടോറിക്ഷക്കാരൻ എൻ്റെ പൈസ വാങ്ങിച്ചില്ല. സാറ് പറഞ്ഞ വീഡിയോ കണ്ടിട്ട് എൻ്റെ മോൻ എന്നോട് സംസാരിച്ചു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ കുറെ നന്മകളുണ്ട് ചെയ്തപ്പോ എനിക്ക് അതാണ് ജീവിച്ചിരിക്കുന്നതിന്റെ കുറെ കാര്യങ്ങളാണ്.